ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ കൊച്ചി ബ്രാഞ്ചിൽ നിന്ന് ഡെൻറ്റിസ്റ്റ് ഡേ അവയർനെസ്സിന് വേണ്ടിയിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ വന്നതാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് അറിയുന്ന പോലെ മറുപടി പറഞ്ഞാൽ മതി. ആദ്യമായിട്ടുള്ള ചോദ്യം, അവസാനമായിട്ട് എന്നാണ് ദന്ത ചികിത്സ ചെയ്തത്? ഏകദേശം ഒരു 8-9 മാസമായിട്ടുണ്ട് ദന്ത ചികിത്സ അവസാനമായിട്ട് ചെയ്തത്. എന്തിനു വേണ്ടിയായിരുന്നു ട്രീറ്റ്മെൻറ്റ് ചെയ്തത്? ആദ്യം പല്ലിന് പുളിപ്പും വേദനയായിട്ട് ഞാൻ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ അന്നേരം സജസ്റ്റ് ചെയ്തു പല്ല് എടുത്ത് കളയണമെന്ന് പറഞ്ഞു. ആദ്യം ഒരു പല്ല് എടുത്ത് കളഞ്ഞു. പിന്നെ രണ്ടാമത് ഒരു പല്ലിന് പുളിപ്പ് വന്നു കഴിഞ്ഞപ്പോൾ പല്ല് ഫില്ല് ചെയ്യണമെന്ന് പറഞ്ഞു. ആ പല്ല് ഫില്ല് ചെയ്യുകയും ചെയ്തു. ദന്തപരിചരണത്തിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് സാധാരണ? നമ്മൾ 2 നേരം പല്ല് തേക്കുക, പിന്നെ എന്താ പറയുക, റെഗുലറായിട്ട് പല്ല് തേക്കാറുണ്ട് 2 നേരത്തെ. പിന്നെ ഭക്ഷണം എന്തെങ്കിലും അധികം മധുരം ഒഴിവാക്കുക അങ്ങനെ വല്ലതും ചെയ്യാറുണ്ടോ? മധുരം ഒഴിവാക്കാൻ അങ്ങനെ ചെയ്യാറില്ല, എന്നാലും ഓവറായിട്ട് കഴിക്കാറുമില്ല. ഓക്കെ, താങ്ക് യു. ഹലോ, ഞാൻ ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ കൊച്ചി ബ്രാഞ്ചിൽ നിന്നാണ് വരുന്നത്. മാർച്ച് 6-ാം തീയതി ഡെൻറ്റിസ്റ്റ് ഡേ ആണ്. അതിനോടനുബന്ധിച്ച് ഒരു അവയർനെസ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ദന്താരോഗ്യത്തിനും ദന്തപരിചരണത്തിനും ഒരാൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു അറിയാനുള്ളൊരു സർവേയാണ്. അപ്പോൾ ഞാൻ 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിന് ചേട്ടൻ ആൻസർ പറയണം. ആദ്യത്തെ ചോദ്യം, അവസാനമായിട്ട് എന്നാണ് ദന്ത ചികിത്സ ചെയ്തത്? ജനുവരി 15. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആയിരുന്നു അത്? പല്ലിൽ ഊനിന് വെച്ചുകൊണ്ടാകുന്ന ചെറിയ ഇതായിട്ട് വന്നിട്ട് ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ പല്ലിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി എന്തൊക്കെയാണ് സാധാരണ ചെയ്യാറുള്ളത്? ബ്രഷ് ചെയ്യാറുണ്ട്, കൃത്യമായിട്ട് 2 പ്രാവശ്യം ബ്രഷ് ചെയ്യാറുണ്ട്. പിന്നെ അതുതന്നെ ആണ് മുഖ്യമായിട്ട് ചെയ്യാറുള്ളത്. സിഗരറ്റ് വലി അതുപോലത്തെ എന്തെങ്കിലും ദുശീലങ്ങളുണ്ടോ? ഇല്ല, ഒക്കെ ഉണ്ടായിരുന്നു പണ്ട്. പക്ഷേ അതൊക്കെ ഇപ്പം 10 വർഷമായിട്ട് ഇതൊക്കെ നിർത്തിയിട്ടുണ്ട്. എത്ര ഇടവേളകളിലാണ് ഡോക്ടറെ കാണാൻ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും അസുഖം ഉണ്ടാകുമ്പോൾ മാത്രമാണോ അതോ എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടോ? സാധാരണ എന്തെങ്കിലും അസുഖമുള്ളപ്പോൾ മാത്രമാണ് ഡോക്ടറെ കാണാറുള്ളത്. ഇടയ്ക്കിടയ്ക്ക് പോയി കാണാറില്ല. അസുഖം ഈ പല്ലിൻ്റെ എന്തെങ്കിലും അസുഖങ്ങൾ നമുക്ക് ആശ്വസ്ത തോന്നുമ്പോൾ പോയി കാണാറുണ്ട്. ഓക്കെ, താങ്ക് യു. ഞങ്ങളോട് സഹകരിച്ചതിന് വളരെ നന്ദി. താങ്ക് യു. നമസ്കാരം ചേട്ടാ. ഞാൻ ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ്റെ കൊച്ചി ബ്രാഞ്ചിൽ നിന്നാണ്. മാർച്ച് 6-ാം തീയതി ഡെൻറ്റിസ്റ്റ് ഡേ ആണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു അവയർനെസ് നടത്തുന്നതിന് വേണ്ടി ദന്താരോഗ്യത്തിലും ദന്തപരിചരണത്തിലും ഒരാൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു അറിയാനുള്ളൊരു സർവേ നടത്തുകയാണ്. അപ്പോൾ ചേട്ടനോട് ഞാൻ 4-5 ക്വസ്റ്റ്യൻസ് ചോദിക്കും, അപ്പോൾ അതിന് ആൻസർ പറഞ്ഞാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ. ആദ്യത്തേത് എന്താണെന്ന് വെച്ചാൽ, അവസാനമായിട്ട് എന്നാണ് ചേട്ടൻ ദന്ത ചികിത്സ നടത്തിയിട്ടുള്ളത്? അവസാനം നടത്തിയത് 2020. 2020 അതിനുശേഷം ഒന്നും ചെയ്തിട്ടില്ല. അത് എന്തിനു വേണ്ടിയിട്ടുള്ള ചികിത്സയായിരുന്നു? അത് പല്ല് വേദന വന്നപ്പം ഇങ്ങനെ ഉണ്ടെന്ന് ചികിത്സ ഡോക്ടറെ കാണിച്ചത്. വേദന വരുമ്പോൾ മാത്രമാണോ ഡോക്ടറെ കാണുന്നത്, അതോ സാധാരണ ചില കാലയളവിൽ പ്രത്യേകിച്ച് ഡോക്ടർമാരെ കാണാൻ പോകാറുണ്ടോ? മറ്റുള്ള അസുഖങ്ങൾക്ക് പോയിട്ടുണ്ട്. പല്ലുവേദനയ്ക്ക് 1-2 പ്രാവശ്യം പോയിട്ടുണ്ട്. പല്ലുവേദന വന്നപ്പോൾ ഇങ്ങനെ പോയിട്ടുണ്ട്. പല്ലിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? ബ്രഷിങ് ചെയ്യാറുണ്ട്, വേറെ അതിൽ കൂടെ എന്താ ചെയ്യാറുള്ളത്? ബ്രഷ് ചെയ്യാറുണ്ട്. കോൾഗേറ്റ് ആണ് ഉപയോഗിക്കുന്നത് കൂടുതലും. ഒരു ദിവസം എത്ര പ്രാവശ്യം ബ്രഷ് ചെയ്യും? 1 പ്രാവശ്യം. പിന്നെ ഭക്ഷണം സാധാരണ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലിന് ഇടയ്ക്ക് കുടുങ്ങുക അതുപോലെ വല്ല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ടോ? ഉണ്ട്. അങ്ങ് ബ്രഷിട്ട് പിടിക്കും. ബ്രഷിട്ട് തേക്കുമ്പോൾ അത് മാറി കിട്ടും. ഈ പല്ലിനിടയ്ക്ക് അതുപോലെ വല്ല ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കേണ്ടതാണ്. ഏതായാലും ചേട്ടൻ ഞങ്ങളോട് സഹകരിച്ചതിന് വളരെയധികം നന്ദി. താങ്ക് യു. ഓക്കെ. ഹലോ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. അപ്പോൾ ഞാൻ ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ കൊച്ചി ബ്രാഞ്ചിൽ നിന്നാണ് വരുന്നത്. മാർച്ച് 6-ാം തീയതി ഡെൻറ്റിസ്റ്റ് ഡേ ആണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു അവയർനെസ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ദന്താരോഗ്യത്തിനും ദന്തപരിചരണത്തിനും ഒരാൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്നറിയാനുള്ള ഒരു സർവേ ആണ് നടത്തുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അതിന് നിങ്ങൾക്കുള്ള ആത്മാർത്ഥമായ ഉത്തരങ്ങൾ പറയുക. ഓക്കെ, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആദ്യമായിട്ട് എന്നോട് തുടങ്ങാം. അവസാനമായിട്ട് എന്നാണ് ദന്ത ചികിത്സ ചെയ്തിട്ടുള്ളത്? ചെയ്തിട്ടില്ല. ഇതുവരെ ഡെൻ്റലിന് ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി അടുത്ത, എന്നാണ് അവസാനമായിട്ട് ദന്ത ചികിത്സ ചെയ്തിട്ടുള്ളത്? എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 10th പഠിക്കുന്ന ടൈമിലാണ്, 10-12 വർഷം മുമ്പ്. റീസെൻ്റ്ലി ഒന്നും ചെയ്തിട്ടില്ല. എന്നാണ് അവസാനമായിട്ട്? 2 years ആയിട്ട്. ക്ലീൻ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. എന്നാണ് ചെയ്തത്? ഇതുവരെ ചെയ്തിട്ടില്ല. ഇതുവരെ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റേ ചെയ്തിട്ടില്ല. ഒരു 1.5 years ആയിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്? ക്ലീനിങ് ആണ് ചെയ്തത്. ക്ലീനിങ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. പിന്നെ നിങ്ങൾ നോർമലി വേദനയോ ബുദ്ധിമുട്ടോ വരുമ്പോൾ മാത്രമാണോ ഡെൻറ്റിസ്റ്റിനെ കാണുന്നത്, അതോ ചെക്കപ്പ് പോലെ വല്ലതും കാണാറുണ്ടോ?
റുട്ടീൻ ചെക്കപ്പ് ആയിട്ടില്ല. നമ്മൾ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ പോവാറുള്ളത്. നിങ്ങളെങ്ങനെയാണ്? റുട്ടീൻ ചെക്കപ്പ് എന്ന രീതിയിൽ ഇതുവരെ പോയിട്ടില്ല. പിന്നെ ഒരു പല്ലുവേദനയൊക്കെ വരുമ്പോഴാണെങ്കിലും മെഡിസിൻ എന്ന രീതിയിലാണ് യൂസ് ചെയ്യാറുള്ളത്. അങ്ങനെ ഡോക്ടർ ഇതുവരെ കണ്ടിട്ടില്ല. ഇല്ല, റുട്ടീൻ ചെക്കപ്പ് ഞാനും ചെയ്തിട്ടില്ല. എന്തെങ്കിലും അസുഖം വരുമ്പോഴാണ് പോകാറുള്ളത് ഡോക്ടറിനെ കാണാൻ. ഇത് പറഞ്ഞ പോലെ തന്നെ വളരെ മുമ്പ് കണ്ടതാണല്ലോ, അപ്പോൾ അത് കാരണം റൊട്ടീൻ ചെക്കപ്പിന് എന്തായാലും പോവാറുണ്ടാവില്ല. ഇല്ല, ഇതിപ്പം എന്തെങ്കിലും വേദന അങ്ങനെ വരാറില്ല, ഇതുവരെ വന്നിട്ടില്ല. വരുവാണെങ്കിൽ മാത്രം അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് മാത്രമേ പോകാറുള്ളൂ. പിന്നെ പല്ലിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി എന്താണ് ചെയ്യാറുള്ളത്? റെഗുലർ റൊട്ടീൻ, മോർണിംഗും നൈറ്റിൽ ബ്രഷ് ചെയ്യാൻ 2 times. പിന്നെ സ്വീറ്റ്സ് ഒക്കെ ഇച്ചിരി കൺട്രോളിങ് മൈ സ്വീറ്റ്സ് ആൻഡ് ദാറ്റ്സ് ഇറ്റ്. How often you brush your teeth? 2 times. 2 times a day. Yeah. Are you taking any other precautions to take care of your teeth? No, nothing other than that. അതുപോലെ തന്നെ അടുത്തൊരു പല്ല് കേട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യുക? സാധാരണ വേദന വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എടുത്ത് കളയുകയാണോ അതോ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ശ്രമിക്കുക? ഇല്ല, ഡോക്ടറെ പോയി ഫസ്റ്റ് കാണും. അപ്പോൾ ഡോക്ടർ എന്താണ് സജസ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണോ അതുമായിട്ട് മുമ്പോട്ട് പോകാനായിരിക്കും. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു മനുഷ്യന് എത്ര പാൽപ്പല്ലുകൾ ഉണ്ടാവും? ഹൗ മെനി മിൽക്ക് ടീത്ത് ആർ ദർ ഫോർ എ ഹ്യൂമൻ ബീയിങ്? 4 8. പാൽപ്പല്ല് എന്ന് പറഞ്ഞാൽ മിൽക്ക് ടീത്ത്, കുട്ടികൾക്കുണ്ടാവുന്ന പല്ലുകളാണ് പാൽപ്പല്ല് എന്ന് ഉദ്ദേശിച്ചത്. ആ പല്ലുകളെല്ലാം വീണു പോകുന്ന പല്ലുകളാണ്. അത് വായിലുണ്ടാവില്ല, അതൊരു പ്രത്യേക ഏജ് കഴിഞ്ഞാൽ വീണു പോകും. ഒരു 10 അല്ലെങ്കിൽ 12. ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസീവ് ആണെന്ന് വിശ്വാസമുണ്ടോ? പൊതുവേ ആ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതെ, അങ്ങനെ പറയാൻ പറ്റില്ല. ട്രീറ്റ്മെൻറ്റ് എടുക്കണ ക്ലീനിങ്ങിൻ്റെ റേറ്റ് ആയിരിക്കില്ല നമ്മളൊരു റൂട്ട് കനാൽ ചെയ്യുമ്പോൾ റേറ്റ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഏതാണോ അതിനനുസരിച്ചിട്ടുള്ള റേറ്റ് ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. I think it's expensive. അപ്പോൾ ജനറൽ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസീവ് ആണെന്നാണ്. പക്ഷേ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് അല്ല എക്സ്പെൻസീവ്, യുവർ നെഗ്ലിജൻസ് ഈസ് എക്സ്പെൻസീവ്.